നമസ്കാരം. കണ്ണൂർ സർവകലാശാലയിൽ വീണ്ടും നിയമന വിവാദം വരികയാണ്. ഇത്തവണ CPM നേതാവ് KK രാഗേഷിന്റെ ഭാര്യ പ്രിയ വർഗീസിന്റെ നിയമനവുമായി ബന്ധപ്പെട്ടാണ് പുതിയ ആരോപണങ്ങൾ ഉയരുന്നത്. അസോസിയേറ്റ് പ്രൊഫസറായി നിയമിക്കപ്പെട്ട പ്രിയ വർഗീസിനെ മലയാളം വിഭാഗം വകുപ്പ് മേധാവിയായി നിയമിച്ച നടപടി കണ്ണൂർ സർവകലാശാലയുടെ കഴിഞ്ഞ സിൻഡിക്കേറ്റ് യോഗം അംഗീകരിച്ചിരിക്കുന്നു. ഒരു വകുപ്പ് മേധാവിയുടെ നിയമനം സിൻഡിക്കേറ്റിന്റെ അധികാര പരിധിയിൽ വരുന്ന ഒന്നാണ്. എന്നാൽ സിൻഡിക്കേറ്റ് യോഗം ചേരുന്നതുവരെ കാത്തിരിക്കാൻ VCക്കോ പ്രിയ വർഗീസിനോ ക്ഷമയുണ്ടായില്ല എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന കാര്യം. മുൻ വൈസ് ചാൻസലർ ഗോപിനാഥ് രവീന്ദ്രൻ പ്രിയ വർഗീസിന്റെ നിയമനത്തിന് സ്വയം അംഗീകാരം നൽകാൻ തയ്യാറായില്ല. ആ നിയമനം സിൻഡിക്കേറ്റിൽ വെച്ചാണ് അംഗീകരിച്ചത്. എന്നാൽ നിലവിലെ VC KK സാജു ഗോപിനാഥ് രവീന്ദ്രനെ പുറത്താക്കിയത് വഴിയാണ് ഈ സ്ഥാനത്തേക്ക് എത്തിയത്. ഇത് CPM നേതാക്കൾക്ക് നൽകുന്ന ആശ്വാസം ചെറുതൊന്നും അല്ല. പക്ഷേ ഈ നിയമനം സുപ്രീം കോടതിയിൽ കേസായി നിലനിൽക്കുന്നുണ്ട്. വിധി എന്തായാലും സഖാക്കൾക്ക് ആഘോഷിക്കാനുള്ള വകയുണ്ട്. വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന ഒരു സർക്കാർ നയത്തിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് പ്രിയ വർഗീസിന്റെ നിയമനം. മെറിറ്റിനേക്കാൾ രാഷ്ട്രീയ സ്വാധീനം എല്ലാത്തിനും മുകളിൽ വരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ നിയമനങ്ങൾ കാണുമ്പോൾ ഇടതുപക്ഷ സർക്കാരിന്റെ ചട്ടങ്ങളും നിയമങ്ങളും ബാധകമല്ലേ എന്ന് ആരും ചോദിച്ചു പോകും. സാധാരണക്കാരായ ഉദ്യോഗാർത്ഥികൾ PSC പരീക്ഷ എഴുതിയും കഷ്ടപ്പെട്ടും പഠിച്ച് സർക്കാർ ജോലികൾ നേടാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ ചിലർക്ക് മാത്രം പ്രത്യേക വഴികളുണ്ട്. ഉന്നത വിദ്യാഭ്യാസം എന്ന വാക്ക് വെറും പ്രഹസനമായി മാറി. LDF സർക്കാർ അധികാരത്തിൽ വന്നത് തൊട്ട് സർവകലാശാലകളിൽ നടന്ന നിയമനങ്ങളെല്ലാം സംശയത്തിന്റെ നിഴലിലാണ്. അത്തരമൊരു നിയമനമാണ് ഗോപിനാഥ് രവീന്ദ്രൻ നടത്തിയ പ്രിയ വർഗീസിന്റെ നിയമനം. അത് ശരിവെച്ചുകൊണ്ടാണ് സുപ്രീം കോടതി അദ്ദേഹത്തെ പുറത്താക്കിയത്. അപ്പോൾ പുതിയ VCയായി വന്ന KK സാജു അതേ പ്രിയ വർഗീസിനെ മലയാളം വകുപ്പ് മേധാവിയായി നിയമിച്ചത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഒരുപക്ഷെ പാർട്ടിയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കേണ്ട അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമായിരിക്കാം. എന്നാൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്തിന്റെ വിശ്വാസ്യതയെ കളങ്കപ്പെടുത്തുന്ന നടപടികളാണ് ഇവിടെ നടക്കുന്നത്. CPM നേതാക്കളുടെ ഭാര്യമാർക്കും മക്കൾക്കും മരുമക്കൾക്കും അമ്മായിയുടെ മക്കൾക്കും ഇഷ്ടമുള്ളപ്പോൾ ഇഷ്ടമുള്ള തസ്തികളിലേക്ക് കയറി വരാൻ സാധിക്കുന്നത് രാഷ്ട്രീയ സ്വാധീനം കൊണ്ടാണ്. വിദ്യാഭ്യാസ യോഗ്യതയേക്കാൾ പാർട്ടി വിശ്വാസ്യതയ്ക്കാണ് ഇവിടെ മുൻഗണന ലഭിക്കുന്നത്. ഇത് സംസ്ഥാനത്തെ യുവതലമുറയോടുള്ള അവഗണനയാണ്. സർക്കാർ ജോലിക്കായി പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങൾക്ക് മുകളിലൂടെയാണ് ഈ രാഷ്ട്രീയ കളികൾ അരങ്ങേറുന്നത്. ഈ വിഷയം സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ളതാണ്. ഗോപിനാഥ് രവീന്ദ്രന്റെ നിയമനം റദ്ദാക്കിയപ്പോൾ കോടതി വ്യക്തമാക്കിയ മാനദണ്ഡങ്ങൾ നിലനിൽക്കുന്നു. എന്നിട്ടും ഇങ്ങനെയൊരു നിയമനം നടത്താൻ സർക്കാരിന് ധൈര്യം ഉണ്ടാകുന്നത് നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുന്നത് കൊണ്ടാണ്. ഒരുപക്ഷെ കോടതിയിൽ നിന്നും അവർക്ക് അനുകൂലമായ വിധി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലായിരിക്കാം ഈ ധൈര്യം. എന്നാൽ നീതിന്യായ വ്യവസ്ഥയെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വഴങ്ങാൻ പ്രേരിപ്പിക്കുന്നത് ജനാധിപത്യത്തിന് നല്ലതല്ല. ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഇതൊരു വ്യക്തിയുടെ മാത്രം പ്രശ്നമല്ല, ഇത് ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ മുഴുവൻ വിശ്വാസ്യതയുടെയും പ്രശ്നമാണ്. രാഷ്ട്രീയ നിയമനങ്ങൾ വർദ്ധിക്കുമ്പോൾ യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ പിന്തള്ളപ്പെടുന്നു. ഇത് കേരളത്തിന്റെ ഭാവിക്ക് ദോഷകരമാണ്. ഈ അന്യായങ്ങൾക്കെതിരെ ശബ്ദമുയർത്തേണ്ട സമയം എന്നോ അതിക്രമിച്ചിരിക്കുന്നു. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.